ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരുങ്ങാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വിഷുക്കല്ലേ, നമുക്ക് ഇനി അങ്ങോട്ട് എന്താ പറയുക, അടിച്ച് പൊളിക്കണ്ടേ. അപ്പോൾ എത്ര പേര് വിഷു ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഉള്ളവരൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ പരമാവധി എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ വിഷുവിന്. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരുങ്ങാം എന്നുള്ളതാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. എന്താ പറയുക, അധികം മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഇന്ന് ധാവണിയാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ അവിടെ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര സിമ്പിളായിട്ട് അഫോർഡബിളായിട്ട് നമുക്ക് ഒരുങ്ങാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ എൻ്റെ ഏകദേശം കളറിനോട് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. എൻ്റെ പുത്രി അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒന്നും സെറ്റായി വന്നിട്ടില്ല. അതായത് ഇപ്പോൾ പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഒക്കെ റെഡിയാക്കി എടുക്കണം. പിന്നെ എൻ്റെ എന്താ പറയുക, സ്പോഞ്ചൊക്കെ ആകെ നാശമായി. അപ്പോൾ അതൊക്കെ ഒന്ന് പുതിയത് വാങ്ങണം. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളോട് കോമ്പാക്ട് പൗഡറും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അതിൻ്റെ പകരം ഉണ്ണിയുടെ ബേബി പൗഡറാണ് എടുത്തിട്ട് ഇടുന്നത് കേട്ടോ. നാച്ചുറലായിട്ടുള്ളൊരു ഇത് തോന്നാൻ വേണ്ടിയിട്ടാണ്. കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഭയങ്കര പുട്ടിയടിച്ച പോലെ ഇരിക്കും. അപ്പം നമുക്ക് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഐ ഷാഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡനും ഒരു ചെറിയ പിങ്കും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആണ് ഇടുന്നത്. കാരണം നമ്മൾ എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഇടുന്നില്ല, ചെറിയ രീതിയിൽ കേട്ടോ. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം അത് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. ചെറിയ രീതിയിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ എഴുതണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു റെഡ് കളർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആർഭാടായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഗോൾഡനായിട്ട് മിക്സ് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ വലിയ അങ്ങനെ ഓവറായിട്ടൊന്നും തോന്നണില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഐലൈനറാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാക്സിമം ഒരു 4-5 മാസമായിട്ട് ഞാൻ 4-5 അല്ലായാലും കൂടുതലായിട്ട് കേട്ടോ ഐലൈനർ എഴുതിയിട്ട് കുറേ നാളായിട്ടോ. അവൻ്റെ കൈ വിറക്കുകയാണ് ഇങ്ങനെ ഐലൈനർ എഴുതുമ്പോൾ. കാരണം ഞാനിപ്പോൾ എന്താ പറയുക, പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ടൈം തൊട്ട് ഐലൈനർ ഒന്നും എഴുതാറില്ല. കാരണം അങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ തോന്നാറില്ല. ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഐലൈനറൊക്കെ എഴുതി ഇങ്ങനെ ഒരുങ്ങണം കേട്ടോ. അപ്പോൾ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഒരുങ്ങാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐലൈനർ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, ഐലൈനർ എഴുതുമ്പോൾ എൻ്റെ മോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യം എഴുതും, വാലിട്ട് ശരിയായില്ലെങ്കിൽ ഒന്ന് മാച്ചുകൊണ്ടിരിക്കും. ഞാൻ 2 പ്രാവശ്യം വാലിട്ടു, ശരിയാവണ്ടായപ്പോൾ ഞാൻ മാച്ച് കളഞ്ഞു കേട്ടോ. എന്താ പറയുക, ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ലിപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാൻ മുന്നേ ഞാനിപ്പോൾ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ലിപ് ബാം വാങ്ങിയിട്ടുണ്ട്. ഓർഗാനിക്കാണ് കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ പറ്റും ഒരു മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്പ് എന്താ പറയുക, ഡാർക്കാണ്, അതൊക്കെ കുറച്ച് കുറവായിരിക്കും നമ്മൾ ലിപ്പിൽ വാസ്ലീനോ അല്ലെങ്കിൽ ഇതുപോലെ ലിപ് ബാമോ മറ്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് പറ്റണത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ 834 ആണ് കേട്ടോ. അപ്പോൾ നല്ല ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡാസ്ലറിനെ കുറ്റം പറയുമെങ്കിലും ഇതിൻ്റെ, അതായത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് ചുണ്ട് കറക്കുന്നത് ഞാൻ 100 പ്രാവശ്യം പറയുമെങ്കിലും ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ എൻ്റെ സൗണ്ട് വല്ലാണ്ടിരിക്കണത്, ഞാനിത് പുലർച്ചയ്ക്കാണ് ഇത് വോയിസ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഉണ്ണികൾ ഉറങ്ങുന്ന ടൈമിൽ, ഈ ടൈമിലാണ് എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൈം. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റിട്ടാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ വീഡിയോസ് ഇടാൻ ഇതിനൊക്കെ ടൈം എന്ന്. ഇതൊക്കെ ഉണ്ണി ഇറങ്ങുന്ന ടൈമിലൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം ഉണ്ണി എണീറ്റു. അപ്പോൾ അവനെ പാല് കൊടുക്കും, അവനവർക്ക് കെടുത്തിയിട്ടാണ് വീണ്ടും വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് എനിക്കിവിടെ നോക്കാനൊന്നും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്യുക. ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ.
കുറേ നമ്മൾ തിരക്കാണ്, ബിസി പിടിച്ച ജീവിതമാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ്. അതിലാണ് എനിക്ക് കുറച്ച് സന്തോഷം കിട്ടുന്നത്. എന്താ പറയുക, ജീവിതത്തിൽ സന്തോഷമില്ല എന്നല്ല കേട്ടോ, പക്ഷേ നമുക്ക് നമ്മുടേതായ കുറച്ച് ഇഷ്ടങ്ങളുണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനൊക്കെ, എന്നും വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിനുള്ള സാഹചര്യം, അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെയാണ് കൂടുതൽ സമയം കിട്ടാറില്ല. അതുപോലെ ചിലപ്പോൾ ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കേണ്ട വീഡിയോ ആയിരിക്കും, കാരണം നമുക്ക് ചുറ്റുപാടും കുറേ സൗണ്ടുകളായിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കാനായിട്ടുള്ള ടൈം കിട്ടില്ല. അപ്പോൾ എഡിറ്റിംഗ് ആണ് ഇപ്പോൾ വീഡിയോ എടുത്താലും ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറേ വീഡിയോസ് എടുത്തിട്ട് ഫോണിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോസിക്ക് പറ്റണ പോലെ ചിലപ്പോൾ ആഴ്ചയിൽ 1-2 വീഡിയോസ് ഉണ്ടാവുള്ളൂ. ഡെയിലി ഇടണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ നെറ്റിൻ്റെ ഇഷ്യൂ കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ കോസ്റ്റ്യൂം എടുക്കാനായിട്ട് മറന്നു പോയിട്ടോ. അപ്പോഴേക്കും ഉണ്ണി എണീറ്റു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി. അപ്പോൾ ജസ്റ്റ് ഒരു പൊട്ട് വെച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് ഒരു കുഞ്ഞ് ഫൗണ്ടേഷൻ ഇട്ട് സിമ്പിൾ നാടൻ ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഈ ധാവണിയുടെ ഷോൾ എൻ്റെ പഴയ ധാവണിയുടെ ഷോളാണ് കേട്ടോ. ബ്ലൗസ് മാത്രം ഇപ്പം അടുത്ത് തയ്പ്പിച്ചതാണ്. ഒരു 5-6 മാസമായിരിക്കുമ്പോൾ തയ്പ്പിച്ച ബ്ലൗസാണ്. അപ്പോൾ അതൊക്കെ പാകാവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചൊക്കെ ഊരി കറക്റ്റാക്കി. പിന്നെ കുപ്പിവള മെയിനാണല്ലോ നമ്മുടെ നാടൻ ലുക്ക് എന്ന് പറയുമ്പോൾ. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ കുപ്പിവള വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്ന് പറയുമ്പോൾ ഈ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ പാവാട വരുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക്, ഞാനത് ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് ഞാൻ മിസ്സായി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി കരഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് അവസാനിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മറന്നുപോയി. പിന്നെ അതാ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കുറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ലുക്കുകൾ അങ്ങോട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ.